പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സുജ സജിയാണ്. കർത്താവിൻ്റെ ദാസി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയും പ്രത്യേകിച്ച് ചൈൽഡ് മിനിസ്ട്രിയുള്ള ബന്ധത്തിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സുജ സജിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. കർത്താവിന്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുജ സജി. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ വെട്ടിയാർ എന്ന ദേശത്താണ്. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സിനോടൊപ്പം ദൈവവേല ചെയ്യുന്നു. 3 മക്കളുണ്ട്, 2 പെൺമക്കളും 1 മകനും. മൂത്ത ആള് ഗ്ലോറിയ MBBS കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ സോണിയ BSc നഴ്സിംഗ് 3-ാം വർഷം. മോന് +1 പഠിക്കുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരുണ്ട്. അവരിപ്പോഴും മർത്തോമ സമുദായത്തിലാണ്. എൻ്റെ പപ്പ വൈ ജോർജ്, എൻ്റെ മമ്മി സൂസമ്മ ജോർജ്. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമേ ഈ ഒരു സാവകാശം ഒരുക്കി തന്ന പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവികമായ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നിലൂടെ ഉള്ള സാക്ഷ്യങ്ങൾ ദൈവമക്കൾക്ക് വിടുതലുകളായി സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഏടുകളിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ബലപ്പെട്ട് നിങ്ങളുടെ സാക്ഷ്യത്തെ അത് പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു സീസൺ ആയിരിക്കാം ഒരുപക്ഷെ ഇത്. ദൈവം ഒന്നറിയാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് സുജ സജി എന്നാണ്. വെട്ടിയാർ എന്ന ദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കർത്താവച്ചൻ, എൻ്റെ പപ്പ മർത്തോമ സമുദായത്തിലും എൻ്റെ അമ്മ യാക്കോബക്കാരിയുമായിരുന്നു. അപ്പോൾ തന്നെ വ്യത്യസ്ത സാമുദായിക അന്തരീക്ഷത്തിലാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. കാർത്തികപ്പള്ളിയിലാണ് എൻ്റെ അമ്മയുടെ വീട്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ തന്നെ യാക്കോബ ചർച്ച് ഒത്തിരി അകലെ ആയതുകൊണ്ട് അടുത്തുള്ള IPC പെന്തക്കോസ്ത് ചർച്ചിലാണ് ഞങ്ങളെ സൺഡേ സ്കൂളും സഭായോഗവും കൂടുവാനായിട്ട് വിട്ടിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു നല്ല കാലഘട്ടമായിരുന്നു. അത് നമ്മൾ പറയുന്നത് ബാല്യത്തിലെ നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ ബാല്യത്തിൽ നമ്മളുടെ മനസ്സിൽ വേരൂന്നുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സീഡായിട്ട് അത് കിളിർക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഈ യാക്കോബ സമുദായത്തിൽ നിന്ന് എൻ്റെ അമ്മച്ചിയും മർത്തോമ സമുദായത്തിലുള്ള എൻ്റെ പിതാവും തമ്മിൽ എന്തോരം അന്തരമുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ബന്ധങ്ങളും ഇല്ലാതെ IPC അല്ലെങ്കിൽ ആ ഒരു പെന്തക്കോസ്ത് ചർച്ചിലേക്ക് എന്നെ വിട്ടത് കർത്താവച്ചൻ്റെ എൻ്റെ ജനനത്തിൽ ഇരമ്യാവിനെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ കണ്ടു എന്നുള്ളതല്ലാതെ എനിക്കൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. ആമേൻ. അങ്ങനെ ആമേൻ, ഹല്ലേലൂയ. അന്നത്തെ കാലയളവിൽ 12 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, നിസി എന്നാണ് അവളുടെ പേര്. അവൾ US-ലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവളും 12ാമത്തെ വയസ്സിൽ അവൾ അവിടെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ അമ്മച്ചി വിചാരിച്ചു ഞാനും ഇനി സ്നാനപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. പിന്നെ അമ്മച്ചി എന്നെ അവിടെ ആ IPC-യിൽ അല്ലെങ്കിൽ ആ ഫെയ്ത്ത് ഹോമിൽ എന്നെ വിട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് യാക്കോബായിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 10ാമത്തെ വയസ്സ് വരെ, ഏകദേശം എൻ്റെ 9 വയസ്സ് വരെ ഞാൻ
പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. 10ാമത്തെ വയസ്സായപ്പോൾ ഞങ്ങൾ വെട്ടിയാർ എന്ന പ്രദേശത്തേക്ക് വന്നു. അവിടെ ആദ്യമായി എൻ്റെ അമ്മ എന്നെ മർത്തോമയിലെ VBSന് വിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ആ VBSൽ വെച്ചാണ് 10ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അത് ആഴത്തിലായിരുന്നു ആ ബന്ധം അവിടെ തുടങ്ങിയത്. ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ 10ാം വയസ്സിലൊക്കെ ആമേൻ എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തി എന്ന് വേണം പറയാൻ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം പിന്നെ ലോകത്തിൻ്റെ വഴിയിൽ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഈ 6, 7 ക്ലാസ്സിൽ ഞാൻ വീണ്ടും അമ്മ വീട്ടിൽ പോയി. അവിടെ എൻ്റെ സ്നേഹിതരെന്ന് പറഞ്ഞാൽ, എൻ്റെ സ്കൂളിലെ എൻ്റെ ക്ലാസ്സിലെ സ്നേഹിതരെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഞാൻ അവരുമായിട്ടായിരുന്നു കൂടുതൽ എൻ്റെ ചങ്ങാത്തം. അവരുടെ വീട്ടിൽ പോവുക, അവിടെ എന്താ പറയുന്നത്, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, മണ്ണാറശാല അമ്പലമുണ്ട്. ഈ 2 അമ്പലങ്ങളിലും ഞാൻ എൻ്റെ ആ കൊച്ചു സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ മണ്ണാറശാല അമ്പലം, അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനം അത് എൻ്റെ നെറ്റിയിൽ പുരട്ടാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ചന്ദനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞളും കൂടെ അരച്ച് കിട്ടുന്ന ഒരു ചന്ദനമാണ് അവിടുത്തെ. അത് ഇല്ലാതെ പോയാൽ എൻ്റെ എന്തോ നെറ്റിക്ക് എന്തോ അഭംഗി പോലെ എനിക്ക് അങ്ങ് തോന്നുമായിരുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയമാണ് തൈപ്പൂയ കാവടിയാട്ടം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അതൊരു വലിയ ഉത്സവമാണ്. അവിടെയൊക്കെ ഇതുപോലെ ഞാൻ ഈ വിളക്കും പിടിച്ചുകൊണ്ട് അവരുടെ ഈ യാത്ര ഉണ്ടല്ലോ ഉത്സവത്തിൻ്റെയൊക്കെ, അവിടെ ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ഓരോ ദിവസവും ഞാൻ പിന്നീട് അനുഭവിച്ചറിയുകയായിരുന്നു. എന്നെ ആ സമയങ്ങളിലും എന്നെ കൈവിടാത്ത എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ സമയങ്ങളിലും അപ്പോൾ 7ാം ക്ലാസ്സായി, ഞാൻ 8ാം ക്ലാസ് ആകുന്നു. ആ സമയത്ത് വീണ്ടും എൻ്റെ മേൽ കർത്താവിൻ്റെ കോളിംഗ് ഉണ്ടാകുന്നു. ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ അമ്മ വീട് യാക്കോബ പശ്ചാത്തലമാണെന്ന് പറഞ്ഞാലും സന്ധ്യാനേരത്ത് കൈകൊട്ടി പ്രാർത്ഥിച്ച ഒരു ശീലം ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഞാൻ അതാണ് ഞാൻ കണ്ടുവന്നതും ഞാൻ വളർന്നു വന്നതും കൈകൊട്ടി പാടുന്ന ആ അനുഭവത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കരം കൊട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അന്നേരം ഇതുപോലെ ഞാൻ കരങ്ങൾ കൊട്ടി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. വീട്ടിൽ വെച്ച് ഞാൻ പറയുന്നത്, ഞാനൊരു യാക്കോബ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു ക്വാളിറ്റി ഇല്ല. ഞാൻ പിന്നെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എൻ്റെ ദൈവം ആ പ്രാർത്ഥനാ പായിൽ വെച്ച് എന്നെ അഭിഷേകത്താൽ നിറച്ചു. ആമേൻ ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. ആ സമയത്ത് എന്നെ കർത്താവ് അഭിഷേകത്താൽ നിറച്ചു. ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ അമ്മച്ചി, ഞങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ 2-3 പാട്ട് പാടി പ്രാർത്ഥിച്ച്, ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് കൗമ ചൊല്ലാൻ, സന്ധ്യ നമസ്കാരത്തിൻ്റെ കൗമ ചൊല്ലാൻ മാതാപിതാക്കളും അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയും എൻ്റെ അമ്മച്ചിക്ക് അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്ന അമ്മച്ചിയുടെ 2ാമത്തെ മകനും ഭാര്യയും ഒരു മോളുമുണ്ട്. ഞാനും അവളുമാണ് കൈകൊട്ടി ആരാധിക്കുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥന കേട്ട് ഞാനിങ്ങനെ അന്യഭാഷയെ നിറയുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മച്ചിക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എന്തുവാ അവിടെ, നിർത്ത്, എന്തുവാ ഇത്, നീ എന്തോ കാണിക്കുക? പക്ഷെ ഞാൻ എൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ ആ പായന്ന് ഞാൻ അപ്പുറത്ത് പോയി. ആ മുറിയുടെ അപ്പുറത്തേക്ക് ഞാൻ പോയി. പായും നിരക്കി എല്ലാം അങ്ങ് പോയി. അത് കഴിയുമ്പോൾ പറയും, നീ ഇവിടെ നിർത്ത്. അങ്ങനെ പറഞ്ഞു. പിന്നെ ഏതായാലും അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മുടെ മേൽ ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. ആമേൻ, നമ്മുടെ മേലുള്ള കോളിങ് അത് ഒരു ദിവസം പുറത്തു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. എൻ്റെ 14ാമത്തെ വയസ്സിൽ വീണ്ടും ഞാൻ ആസ്മാരോഗിയായി. ആമേൻ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അമ്മ എന്നെ എല്ലാ ഇടങ്ങളിലും കൊണ്ടുപോയി. ഒരു വിടുതലും ഉണ്ടായില്ല. 8ാം ക്ലാസ് മുതൽ എനിക്ക് ശ്വാസമുട്ടലിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. അങ്ങനെ വന്ന് ഈ ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ ആ സ്റ്റീറോയിഡ് എന്ന ഗുളിക ഞാൻ കഴിച്ചിരുന്നു.
ആമേൻ. ഇത് നിർത്തേണ്ട സമയമാണ്. നമ്മൾ കഴിച്ച് അതൊരു കോഴ്സാക്കി അത് നിർത്തേണ്ട ഗുളികയാണ് സ്റ്റീറോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 10ാം ക്ലാസ് വരെ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ആ ദിവസങ്ങളിലെല്ലാം രാത്രിയിലെല്ലാം ഒരു പോള കണ്ണടയ്ക്കത്തില്ല. ഇരുന്ന് ശരിക്കും ഭയങ്കര ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ വലിയ ശ്വാസം മുട്ടൽ ഞാൻ അനുഭവിച്ച ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകാൻ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിരുന്നു എന്നെ ചികിത്സിച്ചത്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഞാൻ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയാകുന്നത് എനിക്ക് ശ്വാസം മുട്ടൽ കൂടി ഞങ്ങളുടെ ഒരു പാസ്റ്റർ എന്നെ നമ്മുടെ കല്ലിശ്ശേരിയിലുള്ള ഡോക്ടർ ജോയ്സ് മാമൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഞാൻ അഡ്മിറ്റായി. അവിടെ അഡ്മിറ്റായപ്പോൾ കേൾക്കുന്നത്, രാവിലെ ഞാൻ ഉണരുന്നത് ഡോക്ടർ ജോയ്സ് മാമൻ്റെ ആത്മസാക്ഷ്യം പറയുന്നത് കേട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ജോയ്സ് മാമൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ്, അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലെ അവിടുത്തെ ആരാധനയും പാട്ടും, ഞാൻ ആദ്യമായിട്ട് ആരാധനയ്ക്ക് യോഗ്യനെ എന്നുള്ള പാട്ട് കേൾക്കുന്നത് അവിടെ വെച്ചാണ്. അവർ നേഴ്സുമാരെല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടി, പിന്നെ പ്രാർത്ഥിച്ച്, പിന്നെ അനുഭവ സാക്ഷ്യമിട്ട്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഒരു പാട്ടുകൾക്കൊക്കെ വളരെ വലിയ അർത്ഥങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ, നിന്റെ സമയമായി ആമേൻ, അങ്ങനെയൊക്കെയുള്ള ഞാൻ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം ഡോക്ടർ ജോയ്സ് മാമൻ എന്നോട് പറഞ്ഞത്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, നിന്റെ ഈ ശ്വാസം മുട്ടലിൽ നിന്ന് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ അറിഞ്ഞാൽ നിന്റെ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി നിന്നെ വിടുവിപ്പാൻ ആ കർത്താവ് ശക്തനാണ്. ആ യേശുവിൽ നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് ഡോക്ടർ ജോയ്സ് മാമൻ എന്നോട് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഈ പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യണം, ഈ പ്രാർത്ഥന ഈ കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിലേക്ക് ഞാൻ വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയങ്ങളിൽ അപ്പോൾ അതിൻ്റെ 11ാം ക്ലാസ്സായി, അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ, പിന്നെ എനിക്ക് അടുത്ത ഒരു ചാൻസ് വന്നു. ആമേൻ ഹല്ലേലൂയ, ആമേൻ. അതായത് അന്ന് സമ്മാനം എന്ന് പറഞ്ഞ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നമ്മുടെ കോളേജിൽ വെച്ച് നടക്കുകയാണ്. അത് മനോജ് കെ ജയനുണ്ട്, മഞ്ജു വാര്യറുണ്ട്, കലാഭവൻ മണിയുണ്ട്, എല്ലാവരും അടങ്ങുന്ന ഒരു സെറ്റ്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് എങ്ങനെയോ നറുക്ക് വീണു. ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു ഭാഗത്തിനകത്ത് ഞാൻ അഭിനയിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അതിനുശേഷം ആമേൻ ഹല്ലേലൂയ, ആ സമയങ്ങളിൽ ഞാൻ യേശുവായിട്ട് അടുത്ത് വരുന്നതേ ഉള്ളൂ. വീണ്ടും ഞാൻ അടുത്ത് വരുന്നൊരു സാഹചര്യം, പക്ഷെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ അതിനകത്ത് അഭിനയിക്കാൻ ഇടയായി തീർന്നു. എന്താണ് ഒരു ഷൂട്ടിങ്ങിൻ്റെ രംഗം, അതും എല്ലാം ദൈവം എന്നെ കാണിച്ചു തന്ന സൈറ്റ്, അതെല്ലാം കർത്താവ് എന്നെ കാണിച്ചു. അങ്ങനെ ആ സമ്മാനം എന്ന് പറഞ്ഞ ഫിലിമിൽ ചെറിയൊരു റോള് കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം പിന്നെ എൻ്റെ മനസ്സിൽ കർത്താപ്പച്ചൻ ഇങ്ങനെ വീണ്ടും പറയുകയാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നും, ചുമ്മാ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം ഒരു ദിവസം ഞാൻ കർത്താപ്പച്ചനോട് പറഞ്ഞു, സ്നാനം സത്യമാണെങ്കിൽ, സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അതനുസരിക്കണമെങ്കിൽ കർത്താവ് എന്നെ സ്വപ്നത്തിൽ അത് കാണിച്ചാൽ ഞാൻ ജഡരക്തങ്ങളോട് ചോദിക്കത്തില്ല, ഞാൻ ആരോടും ചോദിക്കാൻ നിൽക്കത്തില്ല, ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീരും എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രഖ്യാപിച്ചു. ആരോടും പറഞ്ഞില്ല. അന്നുള്ള എൻ്റെ ഒരു കർത്തദാസനുണ്ടായിരുന്നു, ആ കർത്തദാസനോടും ഞാൻ പറഞ്ഞില്ല, ആരോടും ഞാൻ പറയാതെ ഈ വിവരം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നൊക്കെ ആണെങ്കിൽ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കിടന്നു. 2 മണിക്ക് എഴുന്നേറ്റ്. അപ്പം എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ കിടക്കുന്നത്. അമ്മ അറിയത്തില്ല. അമ്മ ഒന്നനങ്ങിയാൽ അമ്മയ്ക്ക് അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ കുടുംബ പ്രാർത്ഥന അല്ലാതെ മറ്റൊരു പ്രാർത്ഥന വീട്ടിലെങ്ങും ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞാൻ ആ ബെഡിൽ തന്നെ ഇരുന്ന് കർത്താപ്പച്ചനോട് പ്രാർത്ഥിച്ചു, കർത്താപ്പച്ച, സ്നാനം ആവശ്യമാണെങ്കിൽ ഈ ഫെബ്രുവരി 28-ാം തീയതിക്ക് മുൻപായിട്ട്
എന്നെ കാണിക്കുവാണെങ്കിൽ, എന്നെ സ്വപ്നത്തിലൂടെ എന്നെ കർത്താവിനെ കാണിക്കുവാണെങ്കിൽ ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. അങ്ങനെ ആമേൻ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഫെബ്രുവരി 15 രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഈ മിണ്ടുന്ന കർത്തദാസൻ അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തുന്നതായിട്ട്, താടിയുള്ള പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. ആമേൻ. ഞാൻ പിറ്റേ ദിവസം പാസ്റ്ററിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇതുപോലെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ആമേൻ. അവരൊക്കെ ഈ പാസ്റ്ററിന് ഭയങ്കര പേടിയാണ് എൻ്റെ വീട്ടുകാരെ. അവിടെ പ്രാർത്ഥിക്കാനൊന്നും അനുവദിക്കത്തില്ല. അപ്പം ഈ പാസ്റ്ററിനൊക്കെ ഞാൻ ഗേറ്റിൻ്റെ അതിലൂടെ ഞാൻ ഗേറ്റിൽ വെച്ചൊക്കെ ഞാൻ ഈ കാണുന്നതും ഒക്കെ, വീട്ടിനകത്ത് കയറത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ പാസ്റ്റർ പറഞ്ഞു, ഞാൻ എങ്ങനെ സ്നാനപ്പെടുത്തും? ഞാൻ പറഞ്ഞു, പാസ്റ്റർ അതൊന്നും വിഷമിക്കണ്ട, കർത്താവച്ചൻ എന്നെ കാണിച്ചു, ഞാൻ കർത്താവിനോട് ഉടമ്പടി ചെയ്തു, എന്നെ ഇത് സത്യമാണെന്ന് എന്നെ സ്വപ്നത്തിലൂടെ കാണിച്ചാൽ ഞാൻ ഈ ഫെബ്രുവരി 28 മുമ്പ് സ്നാനപ്പെടുമെന്ന് ഞാൻ കർത്താവുമായിട്ട് ചെയ്ത എഗ്രിമെന്റ്. അതുകൊണ്ട് അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണം എന്ന് ഞാൻ പറയാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം സ്നാനപ്പെടുവാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുക്കി തന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2-3 സഹോദരങ്ങളും എല്ലാം ഒരുമിച്ച് സ്നാനപ്പെടുവാനായിട്ട് എന്നെ ദൈവാത്മാവ് സഹായിച്ചു. എൻ്റെ വീട്ടിൽ അത് അറിഞ്ഞില്ല. ആമേൻ. അതിനുശേഷം ഞാൻ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുക, നിന്റെ മുഖത്ത് ഭയങ്കര ഒരു പ്രകാശം ഉണ്ടല്ലോ, എന്തോ പറ്റി, ഒരു വലിയൊരു പ്രകാശം ഞാൻ കാണുന്നില്ലോ. എൻ്റെ അമ്മ പറയുക. ഞാൻ പറഞ്ഞു, ആണോ? ഞാൻ പറഞ്ഞു, ആണോ, സീരിയസ് ആയിട്ട് അമ്മ പറയുകയാണോ? അതെ, ഭയങ്കര ഒരു തേജസ്സോ എന്തോ ഒരു പ്രത്യേകത നിന്റെ മുഖത്തുണ്ട്. അപ്പം ഞാൻ നേരെ കണ്ണാടി ചെന്ന് നോക്കി. അപ്പം എനിക്ക് പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ കാണുന്ന എല്ലാവർക്കും എന്തോ ഒരു എന്തോ ഒരു മുഖത്തിന് ഒരു പ്രകാശം ഉണ്ടെന്ന് എല്ലാവരും വന്ന് എന്നോട്, എന്നെ കണ്ട ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എന്നോട് അങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഞാൻ പറയുന്നത്, ഒരു പാപി മാനസാന്തരപ്പെട്ട് സ്നാനക്കടവിൽ നിന്ന് കയറിയാൽ ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ച് പറയുകയാണ്. സ്വർഗം അത് സന്തോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആമേൻ, നമുക്ക് തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കാണുന്ന മറ്റുള്ളവർക്ക് നമ്മുടെ മുഖത്തെ പ്രകാശം ആമേൻ അനുഭവിക്കാൻ കഴിയുന്നത് ആമേൻ അത് ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ തേജസ് മാത്രമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. അങ്ങനെ ഞാൻ ആ സമയങ്ങൾ വരെ ഞാൻ നല്ലതായിട്ട് ആഭരണങ്ങൾ യൂസ് ചെയ്യുമായിരുന്നു. ആമേൻ. എൻ്റെ പപ്പ എനിക്ക് വേണ്ട സകല ആഭരണങ്ങളും പപ്പ എൻ്റെ കല്യാണത്തിന് മുമ്പേ എല്ലാം സെറ്റ് ചെയ്ത്, എൻ്റെ പപ്പ ദീർഘവർഷങ്ങൾ, ഏകദേശം 10-20 വർഷങ്ങൾ എൻ്റെ പപ്പ ഗൾഫിലായിരുന്നു. ആമേൻ. എനിക്ക് വേണ്ടി എൻ്റെ കല്യാണത്തിനുള്ള സ്വർണങ്ങളെല്ലാം എൻ്റെ പിതാവ് ഒരുക്കി വെച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ആഭരണം ഇടാനുള്ള ഭയങ്കര കൊതി എനിക്കുണ്ട്. സ്വർണം ഉണ്ടെങ്കിൽ എല്ലാം വരവേ ഉപയോഗിക്കത്തുള്ളൂ. ആമേൻ. ഇത്രയും നീളത്തിലുള്ള കമ്മലുകളും എൻ്റെ നെറ്റി ഇത്ര വലുതായതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് തന്നെ തോന്നുന്ന അച്ചിലിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അങ്ങനെയുള്ള ഞാൻ തന്നെ പൊട്ടിന്റെ ഡിസൈൻ ഞാൻ തന്നെ ഓരോ ദിവസവും കണ്ടെത്തുമായിരുന്നു. അപ്പൊ ഇത്രയും വരെയൊക്കെ ഇങ്ങനെ പോകുക. അങ്ങനെയുള്ള ശീലമായിരുന്നു എനിക്ക്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഈ ആഭരണം സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ ആഭരണം ഊരാൻ തുടങ്ങി. കമ്മലില്ല, മാലയില്ല. മമ്മി പറഞ്ഞു, എന്തു പറ്റി, നിനക്കിതൊന്നും വേണ്ടായോ? എന്താ നീ പെന്തക്കോസ്തിലും കാണാൻ പോകാൻ തീരുമാനിച്ചോ? നിനക്കെന്താ? അപ്പം നമ്മളിലുള്ള വ്യത്യാസം മറ്റുള്ളവർ മനസ്സിലാക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളിലുള്ള വ്യത്യാസത്തെ അവർ മനസ്സിലാക്കും. അപ്പം ഞാൻ പറഞ്ഞു, മമ്മി എനിക്കിത് വലിയതായിട്ട് തോന്നുന്നില്ല, എനിക്കിത് വേണ്ട, ഞാൻ വേണമെങ്കിൽ ഞാൻ ഇട്ടോളാം എന്നിങ്ങനെ പറയും. അപ്പോൾ അന്ന് മുതൽ റെയറായിട്ട് കമ്മൽ ഇടുവാണെങ്കിൽ മാല എടുത്തില്ല, മാല ഇടുവാണെങ്കിൽ കമ്മൽ എടുത്തില്ല. അങ്ങനെ എൻ്റെ പപ്പ ലാസ്റ്റിൽ ഞാൻ പറയുന്നത് എന്തും ചെയ്തു തരുന്ന ഒരു പപ്പായാണ് എൻ്റെ പപ്പ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സുജാ സജി എന്ന് പേര് വന്നത്. അതിനു മുമ്പ് എൻ്റെ പേര് സുജാ സൂസൻ ജോർജ് എന്നാണ്. ആമേൻ. പപ്പ എൻ്റെ ലെറ്റേഴ്സ് ഉള്ള, അതായത് സുജാ സൂസൻ ജോർജ് എന്ന പേരെഴുതിയ മാല എൻ്റെ പിതാവ് എനിക്ക് കൊണ്ടു തന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ ഏത് ആവശ്യത്തിനും കൂട്ടു നിൽക്കുന്ന എൻ്റെ പപ്പ. ഞാൻ ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ പപ്പ അത് എനിക്കത് എത്തിച്ചു തരും. അങ്ങനെ സ്നേഹനിധിയായ ഒരു പപ്പയായിരുന്നു എൻ്റെ പപ്പ. ഈ പപ്പ സത്യം അറിയാമെന്ന് ചോദിച്ചാൽ പപ്പയ്ക്ക് സത്യം അറിയായിരിക്കും. കാരണം എൻ്റെ പപ്പ രാവിലെ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും.
അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പപ്പ ബൈബിള് വായിക്കും. ആ, പിന്നെ എന്താ പറയുക, പ്രാർത്ഥിക്കും. 1 മണിക്കൂറാണ് പപ്പായുടെ ആ ഒരു കാര്യം. ആമേൻ. എന്നാൽ എൻ്റെ പപ്പ പക്ഷേ ഈ സത്യം അറിയാമെന്നിട്ടും പപ്പ അത് എൻ്റെ പപ്പായുടെ സഹോദരങ്ങളൊക്കെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ പറയും, പപ്പ അവരെ പേടിച്ചിട്ടല്ലേ, പപ്പായ്ക്ക് അറിയാമല്ലോ സത്യം എന്താണെന്ന് പപ്പായ്ക്ക് അറിയാം, അപ്പം പപ്പ അത് ചെയ്യാത്തത് പപ്പായുടെ സഹോദരങ്ങളെ ഓർത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും. പപ്പ പറഞ്ഞു, നീ എന്നോട് ഇടപെടട്ടെ, അന്നേരം ഞാൻ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ആമേൻ, ഹല്ലേലൂയ. എൻ്റെ മമ്മിയാണെങ്കിലും വളരെ സ്നേഹനിധിയായ മാതാവായിരുന്നു. പക്ഷേ എൻ്റെ അപ്പനിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥനയുടെ ക്വാളിറ്റിയും പ്രാർത്ഥനയുടെ ആമേൻ ആ വശങ്ങളും ഞാൻ സ്വീകരിച്ചത്. കാരണം എൻ്റെ മമ്മി ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, കുടുംബ പ്രാർത്ഥനയിലുള്ള ആ പ്രാർത്ഥനാശീലം മാത്രമേ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അപ്പൻ രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ പേഴ്സണൽ പ്രയറുള്ള എൻ്റെ പിതാവ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാ എൻ്റെ പപ്പായ്ക്ക് ഒത്തിരി അസുഖങ്ങളുണ്ടെങ്കിലും അതിനകത്തും പപ്പായെ നിർത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പപ്പായ്ക്ക് കഴിഞ്ഞ വർഷം CA ആയിരുന്നു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ CA ആയിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി പപ്പായെ രക്ഷപ്പെടുത്തി. ആമേൻ. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ആമേൻ അറിയുവാനായിട്ട് ഇടയായി. എന്നാൽ ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ പപ്പായുടെ ഓരോ അവസ്ഥകൾ, പപ്പായ്ക്ക് വയ്യാതാകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി. ആ സ്റ്റാർട്ടിങ്ങിലെ ആ മെഡിസിനൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെ ദൈവം ഇടവരുത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു പപ്പായ അനുഗ്രഹിക്കപ്പെട്ട പിതാവിനെ കർത്താവ് എനിക്ക് തന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ പെന്തക്കോസ് എന്ന് കേട്ടാൽ പപ്പായ്ക്ക് ഭയങ്കര അലർജിയാണ്, പപ്പായ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആമേൻ. പപ്പ പറഞ്ഞ് അപ്പം പിന്നെ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞത് ആമേൻ, ഹല്ലേലൂയ, പപ്പ പറഞ്ഞത് എന്നോട്, സർവ്വ ആഭരണ വിഭൂഷിതയായി പന്തലിൽ കയറുന്ന എൻ്റെ മകളെയാണ് എൻ്റെ സ്വപ്നത്തിലുള്ളത്. പക്ഷേ ഇതൊന്നും അണിയാത്ത നിന്നെ എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും, എൻ്റെ സങ്കല്പത്തിൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നെൻ്റെ പപ്പ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. അപ്പം ഞാൻ ഈ സ്നാനപ്പെട്ടപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എന്നിലുള്ള വ്യത്യാസങ്ങളെ എൻ്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബൈബിൾ റീഡിങ് പ്രോപ്പറായി വരുന്നു. ആമേൻ. ഞാൻ ആ സമയത്ത് ഒരു പ്രാവശ്യം മുഴുവനും ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. അങ്ങനെ ദൈവം എന്നെ പടിപടിയായി പ്രാർത്ഥനയിലും എന്നെ വളർത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? കർത്താവിന്റെ കോളിംഗ് എൻ്റെ മേൽ ഉണ്ടോ? ആമേൻ. കർത്താവിന്റെ കോളിംഗ് എൻ്റെ മേൽ ഉണ്ടോ? അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആമേൻ, കർത്താവിന് എനിക്ക് 2 കാര്യങ്ങൾ തന്നു. ഒന്ന്, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇനി ഞാൻ കർത്താവിന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ചു, ഇനി എന്താ അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താ, എന്നെക്കുറിച്ചുള്ള പർപ്പസ് എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു വാക്ക് തരണമേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കർത്താവിന് എനിക്ക് ഒരു വാക്ക് തന്നത്, ആമേൻ, ഹല്ലേലൂയ, എഫേസ്യരിലൊക്കെയാണ് അത് എഴുതിയേക്കുന്നത്. അതിനകത്ത് വരുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് കർത്താവിന്റെ കൃപ മർമ്മങ്ങളെ അറിയുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അതാണ് എൻ്റെ കർത്താവ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആമേ, കർത്താവ് എന്നെ കർത്താവിന്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കോളിംഗ് ഞാൻ അന്നേരം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ പ്രോപ്പറായി ആമേൻ ഇങ്ങനെ ബൈബിൾ റീഡ് ചെയ്ത് വരുന്ന സമയത്ത് ആമേൻ വീണ്ടും ആമേൻ, ഹല്ലേലൂയ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താ പറയുന്നത്, ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ അദ്ദേഹം, ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് വരുക, എങ്ങനെയാ? അപ്പോൾ പറഞ്ഞു, ഞാൻ സമ്മാനം എന്ന് പറഞ്ഞ സിനിമയിൽ താങ്കൾ ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഡയറക്ടർ ജോഷിയുടെ അസിസ്റ്റന്റ് ആണ്. പുതിയൊരു ഫിലിം, പത്രം എന്ന് പറഞ്ഞ പുതിയൊരു ഫിലിം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റോള് അഭിനയിക്കാൻ, അത് നല്ലൊരു കോൺവെർസേഷനുള്ള, നല്ല സംഭാഷണമുള്ള, ദൈർഘ്യമുള്ളൊരു റോളാണ്. അത് നിങ്ങൾ അഭിനയിക്കാൻ ആണ് നിങ്ങളെ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടി? അപ്പം പറഞ്ഞു, നമ്മൾ ഈ ചെറിയ റോളായാലും, സിനിമയിൽ ചെറിയ റോളായാലും അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ അഡ്രസ്സ് അവർ എഴുതിയെടുക്കും, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ് എല്ലാം അവർ എഴുതിയെടുക്കും. അങ്ങനെ അവർക്ക് കിട്ടിയതാണ് എൻ്റെ അഡ്രസ്സ്. തിരക്കി പിടിച്ച് അവർ വന്നവിടെ. അപ്പം ഞാൻ ഒന്നും ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ വായിച്ച് കർത്താവിന്റെ കോളിങ്ങിലോട്ട് ഞാൻ ഇങ്ങനെ വരുന്ന സമയം, സകല വിശുദ്ധന്മാരിലും ചെറിയവനായി എനിക്ക് ആമേൻ കർത്താവിന്റെ കൃപ ലഭിച്ചു എന്നുള്ള വാക്യെല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ വരുന്ന സമയത്താ ഇത് വന്നു.
അത് കഴിഞ്ഞപ്പം ഞാൻ ഒറ്റയടിക്ക് വേറെ ഒന്നും ആരോടും ഒന്നും നോക്കിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, പിതാവ് എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എൻ്റെ പിതാവിൻ്റെ സഹോദരനുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇപ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ല, ഇല്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അതെന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കതിനുള്ളൊരു താല്പര്യമില്ല, എനിക്കതിനുള്ളൊരു ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ഓഫർ കിട്ടിയാൽ അവർ രണ്ട് കൈ നീട്ടി ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്. അതെനിക്ക് ആശ്ചര്യമാണല്ലോ എന്ന് അദ്ദേഹം പറയും. പക്ഷേ ഇതിനകത്ത് വേറെ രസം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഈ സ്കൂൾ ടൈമിൽ ഈ 8ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാൻ അന്ന് നമ്മുടെ വീട്ടിലെല്ലാം നാന എന്ന് പറഞ്ഞൊരു സിനിമ മാസിക വരുത്തും. അതിനകത്ത് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്നുള്ള ഒരു പരസ്യം വരുമ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോയും ഞാൻ ഇങ്ങനെ അതിനകത്ത് ഞാൻ ഫോം ഫില്ല് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കുക പതിവുണ്ടായിരുന്നു. അന്ന് ഒരിക്കൽ പോലും ഒരു കോള് പോലും അല്ലെങ്കിൽ ഒരാൾ പോലും എന്നെ എൻക്വയറി ചെയ്ത് തിരിച്ചു വിളിക്കാനായിട്ട് ഇടയായില്ല ആ സമയങ്ങളിൽ. അന്നൊക്കെ എനിക്ക് സിനിമാ നടി ആയാൽ മതി, അതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വരുന്ന നാന വരുത്തുന്നുണ്ട്, പിന്നെ ഈ അങ്ങനെ ഈ ഹിന്ദി സിനിമയിൽ നിന്നുള്ള മാഗസിനുണ്ട്, ഫിലിം ഫെയർ എന്ന് പറഞ്ഞൊരു മാഗസിനുണ്ട്. ഇതിനകത്തെല്ലാം നമ്മളിങ്ങനെ കൊടുക്കും. പക്ഷെ അന്നെങ്ങും ഒരു കോൾ എനിക്ക് വന്നില്ല. അന്നെങ്ങും ഒരു എന്നെ തേടി ഒരാളും വന്നില്ല, ഒരു ലെറ്റർ പോലും വന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, നാം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ വഴിയിൽ നിൽക്കാൻ നാം സ്വമേധ തയ്യാറായി വരുമ്പോൾ നമ്മുടെ നേരെ പരീക്ഷകൾ വരും, ടെംപ്റ്റേഷൻസ് ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. അതെല്ലാം അനുഭവിച്ച് വന്നവളായതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇവരെ എന്നോട് പറഞ്ഞു, ഈ ഡയറക്ടർ എൻ്റെ മുൻപിൽ ഇരിക്കുക. അന്നേരം ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ചിന്തിക്കാൻ ഒരു സമയം കൂടി തരാം, അടുത്ത ആഴ്ച കാണാം. ഞാൻ അടുത്ത ആഴ്ച വരണമെന്നില്ല, എൻ്റെ തീരുമാനം ഇത് തന്നെയാണെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം, അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫോണില്ല, അപ്പുറത്തെ വീട്ടിലാണ് ഫോണ്. ആ നമ്പറൊക്കെ അവർ എഴുതി മേടിച്ചു, കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എഴുതി മേടിച്ചു, ഞാൻ എഴുതി കൊടുത്തു. അതിനുശേഷം 3ാമത്തെ ദിവസം വീണ്ടും അവർ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, മാറ്റമില്ല, ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല. അപ്പം അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി അദ്ദേഹം നമ്മുടെ വീട്ടിൽ വരാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അതെന്തുകൊണ്ടാണ്, അവർക്കറിയണം എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്കതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഭയങ്കര ഒരു കരിയറാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. നിങ്ങൾ പിന്നീട് ഓർത്ത് പശ്ചാത്തപിക്കാനായിട്ട് ഇടയായി തീരും. ഞാൻ പറഞ്ഞു, ഇല്ല, അത് ഓക്കെ, അന്നേരമല്ല, അത് സാരമില്ല, ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് പറഞ്ഞ് പോകാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനുശേഷം കർത്താപ്പച്ചൻ പിൽക്കാലത്ത് ഹല്ലേലൂയ പവർ വിഷനിൽ, ഞാനിപ്പം ഒരു 4 വർഷമായതേ ഉള്ളൂ പവർ വിഷനിൽ നിന്ന് വിട്ടു നിന്നിട്ട്. ഹല്ലേലൂയ. ഈ പവർ വിഷനിൽ ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പല ആൽബങ്ങൾ പവർ വിഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നെ എല്ലാവരും ഒരു സ്പിരിച്വൽ വേൾഡിൽ ഞാൻ എവിടെ ചെന്ന് നിന്നാലും എന്നെ തിരിച്ചറിയുന്ന ആ ഒരു രീതിയിലേക്ക് ദൈവം എന്നെ മാനിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം വിട്ടോ അതെല്ലാം നമ്മുടെ മുമ്പിൽ കർത്താവ് അതിനെ വേറൊരു രീതിയിൽ തിരിച്ചു തരുന്നൊരു ദൈവത്തെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. ചെറിയ ഒരു ഹല്ലേലൂയ ഞാനത് എന്നെ ഐഡന്റിഫൈ ചെയ്യാത്ത, ഞാനൊരു ഒരു കല്യാണത്തിനോ ഒരു ഈവന്റിനോ ഏതെങ്കിലും പോലെ എന്നെ ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു മുഖമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, തിരുവചനത്ത് പറയുന്നുണ്ടല്ലോ, എന്നെ പ്രതി നിങ്ങൾ അപ്പനെയോ അമ്മയോ ബന്ധങ്ങളോ എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു തരാവുന്ന. ഞാൻ പറയുന്നത്, കർത്താവ് എനിക്ക് തിരിച്ചു തന്നത്, എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ലോകത്തെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. ഞാൻ പറയാം, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും അതുപോലെ എന്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയാലും അതൊരു നഷ്ടമല്ല, അതിനെ ലാഭമാക്കി തിരിച്ചു തരാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം എന്ന് ഓരോ ദിവസവും കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ആ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഹല്ലേലൂയ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനെ കർത്താവ് എനിക്ക് ദാനമായി നൽകി. വിവാഹ ജീവിതത്തിന്റെ 1ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു വർഷമായി, കല്യാണം കഴിഞ്ഞ് 1 വർഷവും
ആമേൻ ഹല്ലേലൂയ 6 മാസം ഉള്ളപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ സമയത്ത് ആമേൻ ഹല്ലേലൂയ നല്ല അനുഗ്രഹിക്കപ്പെട്ട മാർബിളിന്റെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന് ആമേൻ വണ്ടി ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മുടെ പ്രാണൻ അവൻ കർത്താപ്പച്ചൻ കരുതിക്കൊള്ളും. അവൻ പ്രാണൻ നഷ്ടപ്പോകാമെന്ന അവസ്ഥ വരെ വന്നേക്കാം, പക്ഷേ അതിൽ നിന്ന് കർത്താവ് ഉള്ളം കരങ്ങളിൽ നമ്മുടെ ജീവനെ തിരികെ തരുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഹല്ലേലൂയ സഞ്ചരിച്ച വാഹനം, അതായത് സെന്റ് ഡീസൽ എന്ന് പറഞ്ഞ വാഹനമായിരുന്നു. പന്തളത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. രാവിലെ എമർജൻസി ആയിട്ട് അവിടെ ഒരു യാക്കോബ പുരോഹിതന്റെ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പേയ്മെന്റ് വാങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പന്തളമാകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് വിളമ്പി വെക്ക്, ഞാൻ ഇപ്പം വരുവാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് കുഞ്ഞുണ്ട്, എൻ്റെ മകളുണ്ട്, മൂത്ത മകളുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ ഞാൻ അവളെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് ഇരിക്കുക, അപ്പോഴത്തേന് അച്ഛൻ വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഫോൺ കട്ട് ചെയ്ത്, അവസാനം ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു, ഞാൻ വേഗം വരുന്നു, എനിക്ക് വിശക്കുന്നു, നീ എല്ലാം ടേബിളിലോട്ട് എടുത്ത് വെക്ക്, ഞാൻ വരുവാ എന്ന് പറഞ്ഞ ലാസ്റ്റ് സംഭാഷണം. അതിനുശേഷം ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചു, വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഫോൺ കോൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ ഫോൺ കട്ടാകുകയാണ്, പിന്നെയും എടുക്കുന്നു, പിന്നെയും ഫോൺ കട്ടാകുന്നു. അങ്ങനെ വന്ന് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ തന്നെ ഞാനത് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ അല്ലേ RJ എന്ന് പറഞ്ഞ്, ആ നമ്പർ നിങ്ങളുടെ അല്ലേ? അതെ. ഞാൻ പറഞ്ഞു, അതെ, അത് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും അറിയുന്നില്ല, ആക്സിഡന്റ് ആയി എന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അടുത്ത കോള് ചോദിക്കുന്നത്, ഇന്ന് ഫ്യൂണറൽ ഉണ്ടോ, ഇന്ന് അടക്ക ശുശ്രൂഷ ഉണ്ടോ? ഞാൻ അങ്ങ് വല്ലാതെ എന്താ പറയുക, ആ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വല്ലാതെ ഞാൻ അങ്ങ് ഭാരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന വരിയുണ്ട്. കർത്തനേശുവിൻ സഹിതമുള്ള ഞാൻ എന്ത് പാരിൽ ക്ഷീണിപ്പാൻ. ഈ വരികൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ അലയടിക്കുക. കർത്തനേശുവിൻ സഹിതമുള്ള ഞാൻ എന്ത് പാരിൽ ക്ഷീണിപ്പാൻ. കർത്താവിൻ്റെ സഹിതമുള്ള ഞാൻ പാരിൽ ക്ഷീണിക്കുന്നത് എങ്ങനെ? കർത്താപ്പച്ചൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തങ്ങളില്ലേ, അതെല്ലാം അന്നേരം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സൈജന്റെ ചില കൂട്ടുകാരന്മാർ വന്നു, ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ നേരെ പന്തളം NSS ഹോസ്പിറ്റലാണെന്ന് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ആ പോകുന്ന വഴിയിലാണ് ഐരാണിക്കുടി കഴിഞ്ഞ് ഉള്ള ആ സ്ഥലം, അവിടെ വെച്ചാണ് സൈജാന ആക്സിഡന്റ് ഉണ്ടായത്. നമുക്ക് പോകുമ്പോൾ വണ്ടി കാണാം, ആ വണ്ടി നമുക്ക് കാണാം, അതിൻ്റെ ആ ഫ്രണ്ട് വശം ഒന്നുമില്ല, അതെല്ലാം ഒരു പ്രൈവറ്റ് ബസ്സിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെ നിൽക്കുമ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ട് വശമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, അതെല്ലാം അകത്തോട്ട് കയറി ഞെരുങ്ങിയ അവസ്ഥയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താപ്പച്ച, അന്നേരം എൻ്റെ മനസ്സിൽ വന്നു, കർത്തനേശുവിൻ സഹിതമുള്ള ഞാൻ എന്ത് പാരിൽ ക്ഷീണിപ്പാൻ. അങ്ങനെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ണ് ഈ മുഖം മുഴുവനും ചോര കൊണ്ട് നിറഞ്ഞ ഒരു ഫേസാണ് ഞാൻ കാണുന്നത്. ഈ കണ്ണിൻ്റെ ഈ പോളയ്ക്ക് 6 കുത്തിക്കെട്ടുണ്ട്, 4 or 6 കുത്തിക്കെട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ചെയ്തിട്ടില്ല. അവർ ആ വൂണ്ടൊന്ന് ഡ്രസ്സ് ചെയ്യുകയോ മുഖം ഒന്ന് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ ആ വൂണ്ട് ഒന്ന് ക്ലീൻ ആക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഞാൻ അന്നേരം വല്ലാത്ത എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ പോയി. ദൈവമേ എന്നെ ഒറ്റയ്ക്കാക്കിയോ, ഞാൻ തന്നേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ, എൻ്റെ മമ്മി, എൻ്റെ സഹോദരങ്ങൾ, അവരെന്ത് വിചാരിക്കും, എൻ്റെ ചാർച്ചക്കാർ എന്ത് വിചാരിക്കും, ഞാൻ അവരെല്ലാം ഹല്ലേലൂയ ഈ ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഞാൻ വന്നിട്ട് ഞാൻ എൻ്റെ മുഖം ലജ്ജിക്കാൻ ഇടയാകരുതേ എന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എൻ്റെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ തെളിയിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ സൈജാന്റെ കൈ പിടിക്കുമ്പം ഈ വലത് കൈ ഈ ഇടത് കൈയില ഫ്രാക്ചർ ഉള്ളത്. അപ്പം നമ്മൾ ഇത് എടുക്കുമ്പം ഇതങ്ങ് താഴെ പോയി.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഒടിവ് നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അന്നേരം ഓർത്ത്, കർത്താപ്പുഷ ഇതെന്താ ഇതെന്താ, ആരും ഒന്നും പറയുന്നില്ല, ഒരൊറ്റ ഒരു വെളിയിൽ ഇങ്ങനെ കിടത്തിയേക്കോ. അതിനകത്ത് പിന്നെ നഴ്സുമാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, അവർ ഒരു കാര്യങ്ങളും പറയുന്നില്ല. പിന്നെ സൈച്ചൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം. അങ്ങനെ പറഞ്ഞ് നേരെ ചെങ്ങന്നൂർ സെഞ്ചുറി ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു. ആമേൻ. ഞാൻ പറഞ്ഞത്, ആ സമയങ്ങളിലെല്ലാം നമ്മളെ ബലപ്പെടുത്തുന്ന, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം, ആമേൻ ഹല്ലേലൂയ, നമ്മളെ പരീക്ഷിക്കാനായിട്ടായിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും, ആമേൻ, കർത്താവ് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ അതിനകത്ത് പരിഹാരം കർത്താപ്പച്ചന് ഒരുക്കിയിട്ടേ നമുക്ക് ആ ശോധന വരുത്തത്തുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ അതിനെ തുടർന്ന് 2001 ആക്സിഡന്റ് ഉണ്ടായത്. 2001 ആക്സിഡന്റ് ഉണ്ടായത്. അതിന് മുമ്പ് വേറെ കാര്യം പറയാൻ, ഞങ്ങളുടെ സഭ, അതായത് IPC കൊച്ചാലമൂട് IPC നമ്മുടെ വീട്ടിലാണ് തുടങ്ങിയത്. 5 കുടുംബവുമായിട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമ്പോൾ പ്രതികൂലങ്ങൾ വരും. പക്ഷെ ആ പ്രതികൂലങ്ങളെ കണ്ട് നാം വിട്ടുപോയാൽ ദൈവത്തിന് ഒരു രക്ഷയും നമുക്ക് കിട്ടത്തില്ല. അതിൽ പറഞ്ഞേ, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു, വീട്ടിനകത്ത് സഭ ഉണ്ടായത് കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ അനർത്ഥം വന്നത്. സഭ അതുകൊണ്ട് ഇവിടുന്ന് മാറ്റണം, നമുക്ക് സഭ വേണ്ട, നമ്മൾ സഭ പിന്നെ നിർമ്മിക്കണ്ട, അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും സഭ വീട്ടിൽ തന്നെ നടക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പിന്നെ എന്ത് വന്നാലും സഭ അവിടുന്ന് മാറ്റുന്ന വിഷയമില്ല. കാരണം ഈ കൊച്ചാലമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2000-ൽ പരം വർഷങ്ങൾ കൊണ്ട് ഒരു സഭയില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കൊച്ചാലമൂട് എന്ന് പറയുന്നത്. ആ കൊച്ചാലമൂട്ടിൽ കർത്താപ്പച്ചൻ ഞങ്ങളെ കൊണ്ടുവന്നെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, അവിടെ പെട്ടകത്തിന് ചുമല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഏതായാലും സഭ അവിടെ നടത്തപ്പെട്ടു. അതിൻ്റെ 2ാമത്തെ ആഴ്ചയാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആമേൻ ഹല്ലേലൂയ. എല്ലാവരും ഒരേപോലെ എതിർത്തു. ആമേൻ. എന്നാൽ കർത്താപ്പച്ചൻ നിർത്തി എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ സഭ നമ്മൾ സ്ഥലം വാങ്ങിച്ച് ചർച്ച് വെച്ച്, ആമേൻ, ഇപ്പോൾ ഏകദേശം 38 കുടുംബങ്ങൾ ആ സഭയ്ക്കകത്തുണ്ട്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ അന്ന് കൈ മലർത്തിയിരുന്നെങ്കിൽ, നമ്മൾ അന്ന് കൈ വലിച്ചിരുന്നെങ്കിൽ ഈ 38 കുടുംബങ്ങൾ എവിടെ പോയേനെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കൂടെ ആമേൻ, നമ്മുടെ കൂടെ ആത്മാക്കളെ തരുവാനും ദൈവം ശക്തനാണ്. പക്ഷെ പലപ്പോഴും ഈ വെല്ലുവിളികളും ആമേൻ ഏറ്റെടുക്കാൻ നാം തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ഈ വെല്ലുവിളി വരുമ്പോൾ, ആമേൻ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. കുറേനക്കാരനായ ശീമോൻ, ആമേൻ, ആ ക്രൂശിന്റെ അറ്റം ചുമന്നത് കൊണ്ട്, ആമേൻ ഹല്ലേലൂയ, ആമേൻ, കർത്താപ്പച്ചൻ അവനെ മാനിച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഈ കുറേനക്കാരനായ ശീമോൻ എന്താ പറയുക, ആ കുരിശിന്റെ, ആമേൻ ഹല്ലേലൂയ, ഒരു ഭാഗം എടുക്കാൻ തയ്യാറായപ്പോൾ അതിൽ നിന്ന് പിന്നെ അവന് താഴെ വെക്കാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആ നിയോഗം, ആമേൻ ഹല്ലേലൂയ, മനസ്സോടെ ആണെങ്കിലും ശീമോൻ ഏറ്റെടുത്തു. ആമേൻ. അതുപോലെ ആമേൻ ഹല്ലേലൂയ, നിയോഗം നമ്മുടെ മേൽ വീണാൽ പകുതി വഴിക്ക് വെച്ച് നമുക്ക് നിർത്തിപ്പോകാൻ പറ്റത്തില്ല. ആമേൻ. ആ ഒരു പാഠം കൂടെ കർത്താപ്പച്ചൻ അന്ന് എനിക്ക്, ആമേൻ, ഓർമ്മയിലേക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു കോണിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും, സാഗരം പോലെ കലി തുള്ളുന്ന തിരമാലകൾ പോലെ വിഷയങ്ങൾ അടിച്ചു വരുന്നുണ്ടെങ്കിലും, ആമേൻ, മറു സൈഡിൽ അതിനെ, ആമേൻ, അടക്കുവാൻ കഴിവുള്ളൊരു ദൈവം, ആമേൻ, എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. പലപ്പോഴും എന്നോട് ചോദിക്കും, ഇത്രയും വിഷയങ്ങളിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് എങ്ങനെ കൂളായിട്ട് നിൽക്കാൻ കഴിയുന്നു, എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയുന്നു? ആമേൻ ഹല്ലേലൂയ. പക്ഷേ അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആമേൻ, കർത്താവിന്റെ കൃപ, ആമേൻ, എൻ്റെ മേൽ, ആമേൻ, ഉണ്ട്. ആമേൻ. അങ്ങനെ സഭ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് വിവിധ വിഷയങ്ങളിലൂടെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ 6ാം മാസം ഈ ആക്സിഡന്റ് നടന്നു. അതിൻ്റെ 6ാം മാസത്തിൽ, ആമേൻ, സൈജന്റെ വയറ് കയറി വീർത്തു. ആമേൻ. ഭയങ്കര ഛർദിലായി. ആ രാത്രി വേഗത്തിൽ പുഷ്പഗിരി, ആമേൻ, ഹോസ്പിറ്റലിലേക്ക് പോയി. ആമേൻ ഹല്ലേലൂയ. ആ സമയങ്ങളിൽ, ആമേൻ, ഡോക്ടർ പറഞ്ഞു, ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ലിവർ കയറി വീർത്തതാണോ, അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടോ,
ലിവർ സിറോസിസ് ആണോ, ഐ മീൻ പിന്നെ എന്താ, അതായത് ഇനിയും ഏം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് എന്നോട് പറയാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ആ പിന്നെ ആക്സിഡന്റ് സമയത്ത് രക്തം മാറി, രക്തം ഇഷ്ടം പോലെ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു, ബ്ലഡ് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും ആ ഘട്ടത്തിൽ നിന്നും കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവം. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച ഹോസ്പിറ്റൽ വാസം, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ വയറിന് പ്രോബ്ലമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അതിനുശേഷം അഡ്മിറ്റായി. അതെല്ലാം ഇങ്ങനെ തിരിച്ചു വരുന്ന സമയം, രണ്ടാമത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ സഹിച്ചോണ്ട് പറഞ്ഞു, സഹിച്ച നമ്മുടെ കാലിൻ്റെ എക്സ്റേ എടുത്തിട്ട് കുറേ നാളായല്ലോ, നമുക്കതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേദന പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന വരുന്നത്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നേരെ ഈ സെഞ്ച്വറി ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അപ്പം ഈ ലിവർ കയറി ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് ദൈവം വിടുതൽ ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ SGPT SGOT എന്ന് പറഞ്ഞ ലിവറിൻ്റെ എൻസൈംസ് ആ ലെവലെല്ലാം അങ്ങ് ഹൈ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഡോക്ടർ പറഞ്ഞു എന്നാൽ എക്സ്റേ എടുക്കാം എന്ന് പറഞ്ഞ് എക്സ്റേ എടുത്തു നോക്കിയപ്പം ബോൺ ജോയിൻ്റ് ആയിട്ടില്ല. ബോൺ, ആ ഫീമർ ബോൺ, ഈ കാലിൽ തുടയിൽ ഇങ്ങനെ ഇരിക്കുക, പിന്നെ ജോയിൻ്റ് ആകാനുണ്ട്. അപ്പോൾ അതിനകത്ത് വേറൊരു കമ്പി ഇട്ടിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ഈ കമ്പി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്, കാരണം ഈ നടന്നതെല്ലാം, ഇത്രയും നാളും നടന്നതെല്ലാം ഈ കമ്പിയുടെ ബലത്തിലാണ് നടന്നത്, അല്ലാതെ അസ്ഥിയുടെ ബലത്തിലല്ല. അസ്ഥി ജോയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ കമ്പിയുടെ ബലത്തിൽ നടന്നതുകൊണ്ട് കമ്പിക്ക് ചെറിയ വളവുണ്ട്, അത് ഏത് സമയം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം, ഹിപ്പിൽ നിന്ന് എല്ലെടുത്ത് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു 2 ദിവസം വീട്ടിൽ പോയതിന് ശേഷം പിന്നെ വന്ന് ആ സർജറി കഴിഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ഇടുപ്പെല്ലിൽ നിന്ന് അതിൻ്റെ ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്തു. അതിനുശേഷം ഒരു 4-5 മാസത്തേക്ക് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 21 ദിവസം ഫാസ്റ്റിങ്ങിലാണ്. 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയം, ആ സമയത്ത് വീണ്ടും വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എടി എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എൻ്റെ കാലിന് ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പം ആ തൊട ഇങ്ങനെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനപ്പോൾ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടറായിട്ട് നല്ല പരിചയം. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, കാല് അനക്കരുത്, നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, നമുക്കത് നോക്കാം എന്താണെന്ന്, കാല് അനക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും രാവിലെ ഞങ്ങൾ അവിടെ പോകുവാനായിട്ട് രാവിലെ അന്ന് ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരുന്ന സമയം, ഉച്ചയ്ക്കേ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയി. 20ാമത്തെ ദിവസം, 19ാമത്തെ ദിവസം, ഹല്ലേലൂയ. 18ാമത്തെ ദിവസമാണ് പിന്നെ രാത്രിയിലാണ് കാല് വയ്യാതാകുന്നത്. അപ്പോൾ 19ാം തീയതി, അതായത് 19ാം ഉപവാസത്തിൻ്റെ 19ാമത്തെ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഉച്ചയ്ക്ക് പോയി. രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗത്തിൽ സർജറി ചെയ്യണം. ആ ബോണ് കുഴപ്പമില്ല, പക്ഷേ ആ നമ്മൾ വെച്ച ആ കമ്പി, ആ തുടയിൽ വെച്ചിരുന്ന കമ്പി 2ആയിട്ട് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് വേഗത്തിൽ അത് സർജറി ചെയ്യണം. അപ്പോൾ ലിവർ ഫങ്ഷൻ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ നടക്കുന്ന സമയം ഞാൻ പറഞ്ഞത്, ആ സമയത്ത് സെഞ്ച്വറി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പീറ്റർ മണക്ക്, ഈ ഡോക്ടർ പീറ്റർ മണക്ക് ഞങ്ങളോട് പറയുവാണ്, എൻ്റെ സജി, നിങ്ങൾക്ക് ആരെങ്കിലും വല്ല കൂടുപാത്രം ചെയ്തതായിരിക്കും, നിങ്ങൾ വേഗത്തിൽ ചെന്ന് ഒന്ന് നോക്ക് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് മാറി ലിവർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന്. അപ്പോൾ ആ സമയത്തിലും ഞങ്ങൾ ഹല്ലേലൂയ ഉപവാസത്തിൻ്റെ 19ാമത്തെ ദിവസത്തിലായി കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവിന് ഞങ്ങൾക്ക് തുണയുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് ഒന്നും വരുത്തത്തില്ല. അങ്ങനെ ആ വിശ്വാസത്തിൽ
ആമേൻ ആ ഡോക്ടർ പറഞ്ഞതാണ്, ആമേൻ ഹല്ലേലൂയ, ഇത് ആരെങ്കിലും കൂടുപാത്രം ചെയ്തായിരിക്കും, വേഗത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുക, വല്ലതും നോക്കുക എന്നൊക്കെ ആ ഡോക്ടർ പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ, ദൈവം എത്ര വിശ്വസ്തനാണ്. ഏതായാലും ആമേൻ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റാണ്. ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഇന്ന് ഞങ്ങൾ 21 ഡേയ്സ് ഫാസ്റ്റിംഗ്. അവർക്ക് അറിയാമോ ഫാസ്റ്റിംഗ് എന്താ? ആമേൻ സജി പി തോമസ് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. ആമേൻ ഡോക്ടറിന് അറിയാമോ ഇതെന്താ എങ്ങനെയാണ്? അപ്പം ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഉപവാസത്തിലാണ്, ഉപവാസം കഴിയാതെ ഒന്നും ഇല്ല, എന്തായാലും ഉപവാസം കഴിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല, നിങ്ങൾ എഴുതി ഞങ്ങൾക്ക് തരണം, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത് എന്നുള്ള ലെറ്റർ എഴുതി തന്നിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകാവുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, അങ്ങനെ എഴുതി കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം ഉപവാസം കഴിഞ്ഞ് അന്ന് 21-ാം ദിവസം തന്നെ ഞങ്ങൾ ഉപവാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം ഡോക്ടർ വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ പല പേഷ്യൻസും കാണുമല്ലോ, അതായത് രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോകുന്ന രോഗികളെ പോലെ ഡോക്ടർ ഇനി ഞങ്ങൾ അവിടെ ചെല്ലത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓർത്തു നിങ്ങൾ ഇനി ഇവിടെ വരത്തില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യങ്ങളും അതിനെപ്പറ്റി നീക്കിയിട്ടില്ല. ഏതായാലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആകുക, സൂചി കോർക്കുന്ന നീഡിൽ, അതായത് നൂല് കോർക്കുന്ന നീഡിലുണ്ടല്ലോ, അതിൻ്റെ വലിയ ഒരു കമ്പിയാണ് ഈ തുടയിൽ ഇട്ടിരിക്കുന്നത്. അതായത് കൊടക്കമ്പി പോലെ ഒരു വലിയൊരു കമ്പി, അതിൻ്റെ മുകളിൽ ഹോളുണ്ട്. അപ്പം ആ ഹോള് ഒരു ഭാഗം, കമ്പിയുടെ ഒരു ഭാഗം ഒരു ഹുക്ക് കൊണ്ട് പൊക്കി ആ ഹോളിലൂടെ പുറത്തു വരും. പക്ഷെ ആ താഴെയുള്ള ഭാഗം വരാൻ യാതൊരു ചാൻസ് ഇല്ല. അതിന് വേറെ സ്വിറ്റ്സർലൻഡിൽ നിന്നോ എങ്ങാണ്ട് ഒരു എക്സ്ട്രാ ഉപകരണം വന്നെങ്കിൽ മാത്രമേ അത് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 ദിവസം കൂടെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അഡ്മിറ്റ് ആകാൻ, അപ്പോഴത്തേക്കും ഈ ലിവറിൻ്റെ കാര്യങ്ങളും അതെല്ലാം നോർമൽ ആകുമല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു. ഏതായാലും ആ സർജറിയും ദൈവകൃപയാൽ അതും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ ഏകദേശം 300 ശിഷ്ടം സ്റ്റിച്ചസ് ആ ശരീരത്തിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ അങ്ങനെ ആമേൻ ഹല്ലേലൂയ. അതും കഴിഞ്ഞു, ആ ഓപ്പറേഷനും കഴിഞ്ഞു. പുതിയ റോഡ് ഇട്ടു. കാരണം ഫ്യൂ മന്ത്സിന് മുമ്പാണ് ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിനധികം ബലം കൊടുക്കാതിരിക്കാൻ വേറൊരു റോഡും കൂടെ അവർ ഇട്ടു. ആമേൻ. അങ്ങനെ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് ഈ റോഡ് എടുത്തേ പറ്റത്തുള്ളൂ, പെട്ടെന്ന് റോഡ് എടുക്കണം. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ റോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെഞ്ചുറിയിൽ വീണ്ടും അഡ്മിറ്റായി. അങ്ങനെ അപ്പം കയ്യിലും ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൈയുടെ സ്റ്റീൽ പ്ലേറ്റിനകത്ത് 6 സ്ക്രൂ ഉണ്ട്. അപ്പം ഇവർ 3 സ്ക്രൂ റിമൂവ് ചെയ്തു. 3 സ്ക്രൂ റിമൂവ് ചെയ്ത് 4ാമത്തെ റിമൂവ് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും ആ ബോൺ ക്രാക്കായി. നല്ല ബോണ്, ഒരു കുഴപ്പമില്ലാതിരുന്ന കൈ വീണ്ടും അവിടെ ക്രാക്ക് വരാൻ ഇടയായി തീർന്നു. അത് വീണ്ടും പിന്നെയും പ്ലാസ്റ്റർ ഇട്ട് പിന്നെയും 3 മാസം കിടക്കേണ്ടി വന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഉള്ള പല അവസരങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി. അതിനുശേഷം വീണ്ടും ആമേൻ. ഞാൻ പറയുന്നത് ദൈവത്തിന് ഒരു മനുഷ്യന്റെ മേൽ ഒരു കോളിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെ ആ മനുഷ്യനെ പുറത്തെടുക്കാൻ പറ്റും. ആമേ കർത്താവിന് ഇങ്ങനെ അന്ന് മുതൽ ഈ ആക്സിഡന്റ് ആയ സമയം മുതലേ ഏത് ദൈവദാസിമാര് വന്ന് സൈജന്റെ തലയെ കൈവച്ചാലും പറയും നീ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളവനാ, നീ കർത്താവിന്റെ വേല ചെയ്യാനുള്ളവനാ. അപ്പം അങ്ങനെ പോകുന്ന ഒരു കൂട്ടത്തില്. അപ്പൊ അങ്ങനെ ആ ഇത്രയും സ്റ്റേജിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ കൈ ശൂന്യമായി. ആമേൻ. വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഒരു മനുഷ്യരോടും ആ പ്രതിസന്ധികളൊന്നും ആമേൻ പറഞ്ഞില്ല, ഒരു മനുഷ്യരോട് പോലും പറഞ്ഞില്ല. വീട്ടില് കർത്താവിന്റെ കൃപയാൽ, കാരണം ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള സീരീസിൽ വന്നതോടെ അനേകം മാർബിളിന്റെ കടകൾ വേറെ ഉണ്ടായി. നമ്മുടെ കച്ചവടം കുറഞ്ഞു. നമ്മൾ പേരിന് മാത്രമുള്ള ഒരു ഷോപ്പായിട്ട് മാറി നമ്മുടേത്. അപ്പം ഇനി അടുത്തത് കാല് കുത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും തുടങ്ങണമല്ലോ. അങ്ങനെയൊക്കെയുള്ള വളരെ കടഭാരം, 30 ലക്ഷം രൂപയുടെ കടമായി. അങ്ങനെ ഈ കടം ഒരു മാസം 30,000 രൂപ, 30,000 രൂപയിൽ അധികം ഞാൻ എത്രയാണെന്ന് ഓർക്കുന്നില്ല ഇപ്പോൾ, അധികം പലിശ ഒരു മാസം നമ്മൾ അടയ്ക്കണം. ആമേൻ. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചിയുണ്ട്, അവരുടെ ആരോഗ്യം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ആമേൻ ഹല്ലേലൂയ വലിയ പ്രതിസന്ധിയിലൂടെ ആമേൻ കടന്നുപോയി. ഭവനത്തിൽ ഒരു ചാക്ക് അരി എടുത്തങ്ങ് വെക്കും. പിന്നെ എല്ലാ ദിവസവും ഓമയ്ക്ക തരുന്ന
ഓമ അവിടെ ഉള്ളത് കൊണ്ട് ഓമയ്ക്ക തോരൻ, ഓമയ്ക്ക എരിശ്ശേരി, ഓമയ്ക്ക പിന്നെ അച്ചാറ്, അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. വീട്ടിലാരും അറിയത്തുമില്ല. പിന്നെ സൈജന്റെ പിതൃഭവനം വഴിവാടി എന്ന സ്ഥലത്താണ്, മാവേലിക്കര. അവിടെ ഇഷ്ടംപോലെ തെങ്ങ് ഉള്ളത് കൊണ്ട് പിന്നെ തേങ്ങ ഇഷ്ടം പോലെ വീട്ടിൽ വരും. അങ്ങനെ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട താനും. അങ്ങനെ പോയ സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞിന് പിന്നെ സ്നാക്സ് കൊണ്ടുപോകാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പിറ്റേ ദിവസം മൺഡേ ആണ്. കുഞ്ഞിന് സ്നാക്സ് കൊടുക്കാനില്ല, ഒന്നും വാങ്ങാൻ ഒരു 10 പൈസ പോലും എടുക്കാതെ. അപ്പം അന്നേരം എനിക്ക് തോന്നുന്നു ഈ വയ്യാതെ കിടക്കുന്ന സമയങ്ങളിലാണ്. അങ്ങനെ പപ്പായും മമ്മിയും ഞങ്ങളെ കാണാൻ വന്നു. പപ്പായും മമ്മിയും ഒരു കവറിനകത്ത് എന്തെല്ലാം ബേക്കറി സാധനങ്ങൾ വെക്കാൻ പറ്റുമോ കുത്തി നിറച്ച് എൻ്റെ അപ്പായും അമ്മയും കൂടെ അവിടെ വന്നേക്കുക. ആ പപ്പായുടെയും മമ്മിയുടെയും കയ്യിലെ ആ സഞ്ചി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അവരെ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇതിനുശേഷം ഞാൻ പിന്നെ കർത്താവ് ഉയർത്തി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ വീണ്ടും അവരോട് പറയാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, കാക്കയെ കൊണ്ട് കർത്താവ് നമ്മളെ പോറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു മനുഷ്യരോടും ഒരു കാര്യം പറയത്തില്ല, അത് അന്നായാലും ഇന്നായാലും. ഹല്ലേലൂയ. കർത്താവ് ആ സിറ്റുവേഷൻസ് ഞങ്ങളെ കടന്നിട്ടേ ഞാൻ പിന്നെ ആ കാര്യങ്ങൾ പറയത്തുള്ളൂ. കാരണം എൻ്റെ സകല മാനവും മഹത്വം കർത്താവിന് പോകണമല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ. അങ്ങനെ കർത്താവച്ചൻ അവിടുന്ന് ഞങ്ങളെ ഒത്തിരി അധികമായി ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം പിന്നെ വീട്ടിൽ കൺവെൻഷനുകൾ നടക്കാനിടയായി തീർന്നു. ആ കൺവെൻഷൻ സീസണിൽ ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ആ സമയങ്ങളിൽ കൺവെൻഷൻ പ്രാസംഗികരാണെങ്കിൽ പാസ്റ്റർ ടി.എസ്. എബ്രഹാം, പിന്നെ എം.ഇ. വർഗീസ് അപ്പച്ചൻ, അങ്ങനെ ആ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ദേവദാസന്മാരാണ് അവിടെ. അതുപോലെ പിന്നെ നമ്മുടെ KC ജോൺ പാസ്റ്റർ, KC തോമസ് പാസ്റ്റർ, ഇവരെല്ലാമാണ് വന്ന് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ, ആ സമയങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളെ നടത്തി. ആമേൻ. ആ സകല മാനവും മഹത്വവും എൻ്റെ കർത്താവിന്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി വേദനിച്ച സമയങ്ങളുണ്ട്. ഒരുപാട് വേദനിച്ച സമയങ്ങൾ. അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ലോകക്കാർക്ക് അറിയത്തില്ല, സഭക്കാർക്ക് അറിയത്തില്ല. വീട്ടിൽ 7000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതും പറയാമല്ലോ, ചേട്ടനും അനിയനും കൂടെ താമസിക്കാനായിട്ട് ഉണ്ടാക്കിയ 7000 സ്ക്വയർ ഫീറ്റ് വീട്. ആ വീട്ടിൽ വെച്ചാണ് ഈ പട്ടിണി കിടന്ന കാര്യങ്ങളും എല്ലാം. പക്ഷെ വലിയ ആൾക്കാർ നോക്കുമ്പോൾ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്. വണ്ടി അന്ന് 2 ബൈക്കുകളാണ് ആ സമയങ്ങളിൽ. വണ്ടിയുണ്ട്. പക്ഷേ ഉള്ളിലെ ശൂന്യത ആരും അറിയുന്നില്ല. ഞങ്ങളെല്ലാവരും കാണുമ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ച് വെൽക്കം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ല രസം. ഞാൻ പിന്നെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ ആ സമയത്ത് എൻ്റെ മുമ്പിൽ വരും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പ്രയാസപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ പിന്നെ കർത്താവ്, ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പാഠവും പഠിക്കുമ്പോൾ ആ സെയിം റീസൺ കൂടെ പോകുന്ന അനേകരെ നമ്മുടെ മുമ്പിൽ കർത്താവച്ചൻ കൊണ്ടുവരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ കർത്താവച്ചൻ പിന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ആ സമയങ്ങളിലെല്ലാം ഒത്തിരി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കരുതലുകൾ, ദൈവിക കരുതലുകൾ. നാം ആ സെയിം സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴായിരിക്കും നമ്മളെപ്പോലും അറിയാതെ പിന്നെ എവിടെയോ ഒരറ്റത്ത് നിന്ന് ഫോൺ വിളിക്കുന്നത്, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ ഹസ്ബൻഡ് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, ICUലാണ്, പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഞാൻ ദൈവം നമ്മളെ അതെല്ലാം പരിശീലിപ്പിക്കുവാണ്, കാര്യങ്ങളെല്ലാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കൺവെൻഷനുകളെല്ലാം അനുഗ്രഹപ്രദമായി നടന്നു. അതിനുശേഷം ഹല്ലേലൂയ, ലാസ്റ്റിൽ 2007 ലാസ്റ്റായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ 2007 ഞങ്ങളിങ്ങനെ പുതിയ വണ്ടി എടുത്തു, സാൻഡ്രോ എടുത്തു. ആ കാറ് പിന്നെ എടുത്തതിൻ്റെ അന്നത്തെ ദിവസം അടുത്ത ആക്സിഡൻറ്റ്. പക്ഷേ ദൈവകൃപയാൽ സഹിച്ചാന് കുഴപ്പമൊന്നും പറ്റിയില്ല. ആ കാറിൻ്റെ ബമ്പറെല്ലാം ഇളക്കി ഒരു ലോറിക്കാരൻ കൊണ്ടുപോയി. ഹല്ലേലൂയ. അങ്ങനെ ആ കാറ് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ അത് ദൈവം ഞങ്ങളെ നടത്തുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഞാനപ്പോൾ എൻ്റെ 3ാമത്തെ മോനെ ഗർഭിണിയായിരിക്കുന്ന സമയം. ഹല്ലേലൂയ. അതിൻ്റെ 3-4 മാസം ഞാൻ അവനെ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്.
ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് സൈജന് പെട്ടെന്ന് വേദന കഴുത്തിന് വേദന വന്നു. അത് ഇങ്ങനെ കയ്യിലോട്ട് വ്യാപരിക്കുന്നു. അപ്പൊ ഈ കയ്യിൽ റോഡ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതുകൊണ്ടായിരിക്കാം ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് വിചാരിച്ചു. ആമേൻ. എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് വേഗത്തിൽ നിന്ന നിപ്പിൽ അവർ പറഞ്ഞു വേഗത്തിൽ സർജറി ചെയ്യണം. ഒന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം. ഇവിടെ പോയി പിന്നെ അതായത് സ്പൈനൽ കോഡിനെ ഡിസ്ക് കംപ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നെങ്കിൽ സ്പൈനൽ കോഡ് അറ്റുപോകാം, അപ്പോൾ പക്ഷാഘാതം ഉണ്ടാകാം. അതുകൊണ്ട് വേഗത്തിൽ ഹോസ്പിറ്റലിൽ പോയി അത് സർജറി ചെയ്യണം. അങ്ങനെ 2007 ഒക്ടോബർ മാസം ഞങ്ങൾ നേരെ SUT ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി ഓപ്പറേഷൻ ചെയ്തു. ആ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. അവിടെയെല്ലാം കർത്താവിൻ്റെ കാര്യം ഇന്ന് വരെ താങ്ങി. ഇതിലും കർത്താവിൻ്റെ കാര്യം താങ്ങുവാൻ വിശ്വസ്തനാണ് എനിക്കറിയാപ്പാ. അതുകൊണ്ട് അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരാ, പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഹല്ലേലൂയ. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ആ ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞങ്ങൾ കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ സർജറിയാണ്, എപ്പം തീരും എങ്ങനെ തീരും എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്ത് സംഭവിക്കാം. ഒന്നെങ്കിൽ പക്ഷാഘാതം, പിന്നെ എന്താ പറയുന്നത്, പാരലൈസ് ആയി പോകാം. 2 കോമ സ്റ്റേജിൽ പോകാം. എന്ത് സംഭവിക്കാവുന്ന ഒരു മേജർ ഓപ്പറേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിവിടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സങ്ങ് ബ്ലാങ്കായി. ഞാൻ ഓർത്തു, എൻ്റെ 2 പെൺകുഞ്ഞുങ്ങൾ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, കർത്താവേ, ഇതെല്ലാം എന്തായി തീരും, ഒരു കൂട്ടം കടം കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെയൊക്കെ കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വിചാരിച്ചു, ഹല്ലേലൂയ. ഞാൻ സൈജാനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ കർത്താപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ സൈജാനെ എനിക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ തരുവാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇറങ്ങും. ഇല്ല എങ്കിൽ ഞാനും അതേപോലെ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ. ഇസബേലിൻ്റെ മുമ്പിൽ അതുപോലല്ലേ ഏലിയാവും ഓടിപ്പോയത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യും. നമ്മളും ഫൈറ്റ് ചെയ്യും. പക്ഷേ ആത്മീയ കോളത്തിൽ നമ്മൾ കർത്താവിനുമായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം വാങ്ങുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവിടെ നിന്ന് ഹല്ലേലൂയ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇറങ്ങി. ആ നവംബറിൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പാസ്റ്റർ ബാബു ചെറിയാൻ ഹല്ലേലൂയ ഞങ്ങളെ തലയെ കൈവച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കൈവെപ്പ് ശുശ്രൂഷ തന്നെ നടത്തിയെന്ന് ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ പരസ്യയോഗവും കാര്യങ്ങളുമായിട്ട് ഇറങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഇന്ന് വരെ ഞങ്ങളെ നടത്തുന്നു. ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും ഈ എന്താ പറയുന്നത്, സൈജാൻ ഈ പാൻക്രിയാറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് ഡയഗ്നോസ് ചെയ്തത് ഷുഗർ ആയതിനു ശേഷമാണ് അത് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI ചെയ്തുകൊണ്ട് വരണം, അങ്ങനെ ഇവിടുന്ന് പോകണം. അങ്ങനെ ഞാനും സൈജാനും കൂടെ കൊല്ലത്ത് വലിയത്തെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ഞാൻ അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. അപ്പം ആ സ്കാൻ ചെയ്ത ആ മനുഷ്യൻ വന്ന് ചോദിക്കുക, സജി ജോൺ ആരാ? സൈജൻ പറഞ്ഞു ഞാനാ. അതിനുശേഷം വീണ്ടും അദ്ദേഹം അകത്തോട്ട് കയറിപ്പോയി. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. സജി ജോൺ ആരാ? സൈജൻ പറഞ്ഞു ഞാനാ. സൈജൻ പിന്നെ അവർ പോയി. അതിനുശേഷം ഒന്നും കൂടെ അവർ തിരിച്ചു വന്നു. സജി ജോൺ എന്ന് പറയുന്നത് നിങ്ങളാണോ? നിങ്ങൾ തന്നെയാണോ? അതെ. ഞങ്ങൾ ചോദിച്ചു എന്താ ഡോക്ടർ കാര്യം, എന്താ കാര്യം? അപ്പം പറഞ്ഞു പിന്നെ ഈ MRI ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള മനുഷ്യനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ സ്ട്രെച്ചറിലായിരിക്കും, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത പരുവത്തിലായിരിക്കും ആ മനുഷ്യൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ പാൻക്രിയാസ് ചുരുങ്ങിയിരിക്കുകയാണ്. പാൻക്രിയാസ് കാണാനേ ഇല്ല. പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ തന്നെ ഉണ്ടോ അവർക്ക് കാണാനേ ഇല്ല. ഏത് രീതിയിൽ ആംഗിൾ ചെയ്തിട്ടും അവർക്ക് പാൻക്രിയാസ് കാണാനില്ല. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മധ്യത്തിലും കൃപയാൽ കർത്താവിൻ ഇന്നും ഇത്രയും വിഷയങ്ങളിലെല്ലാം ഉണ്ടായിട്ടും
ആമേൻ ഞങ്ങളുടെ പ്രാണനെ ഒരു കൊള്ള പോലെ ആമേ കർത്താവിൻ്റെ ജീവഭാണ്ഡത്തിൽ ആമേ കെട്ടിയിട്ടത് കൊണ്ട് ഞങ്ങൾ ഇന്നും ഈ ലോകത്തായിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഏതായാലും ഞങ്ങൾ വെട്ടിയാറിൻ്റെ ദേശത്ത് ഇപ്പോൾ വന്നിട്ട് 8 വർഷമാകുന്നു. ആമേൻ 8 വർഷം. ആമേൻ ഇത് 8ാമത്തെ വർഷം. ഈ ഡിസംബർ ആയപ്പോൾ 8ാമത്തെ വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ ലാസ്റ്റിലെ ആമേൻ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ആമേൻ ഈ 8 വർഷം മുമ്പ് ഡോക്ടർ എൻ്റെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു. അതായത് എൻ്റെ ശ്വാസകോശത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. അങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് 15% മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ ലങ്സിന്. ഡോക്ടർ പറഞ്ഞു, സുജയ് ഇത്ര പ്രായമേ ഉള്ളൂ, ഇത് എങ്ങനെയാ ഇങ്ങനെ പോയാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ കർത്താവ് പിന്നെ ആയുസോടെ തരുവാണെങ്കിൽ പോകട്ടെ, എത്ര കർത്താവ് ആയുസ് തരുന്നവർ കർത്താവിന്. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താപ്പച്ചനോട് പിന്നെ കർത്താപ്പച്ചൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയും. അല്ല, ഇന്ന് കർത്താപ്പച്ചൻ എൻ്റെ ജീവനെ എടുക്കുവാണെങ്കിൽ വേഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താപ്പച്ചനുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ വേഗത്തിലെത്താവുള്ളൂ എന്ന് ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അപ്പം ഡോക്ടർ അത് ചിരിച്ച് തള്ളി. ആമേൻ. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞങ്ങളുടെ ഈ വെട്ടിയാറിലെ വീട് പണിയുന്ന സമയമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സജി എന്തായാലും ഞങ്ങളൊരു ഫാമിലി ഡോക്ടറാണ്. ആമേൻ ഹല്ലേലൂയ. ആ ഡോക്ടർ പറഞ്ഞു, സജി എന്തായാലും വീട് പണിയുമല്ലേ, വീട് പണിയുമ്പോൾ ആ ഹെഡ് റെസ്റ്റിനോട് ചേർന്ന് ഒരു അത്യാവശ്യം ഒരു ഓക്സിജൻ സിലിണ്ടർ വെക്കാനുള്ള സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതാ. ആമേൻ. ഇങ്ങനെ പോയാൽ ഈ 15% കൂടെ ഒരു 5 വർഷം കൂടെ ഓടാൻ പറ്റും. അതിനുശേഷം പിന്നെ എപ്പോഴും ഈ 4 ചുവരുകൾക്കുള്ളിലായിരിക്കും സുജ. ആമേൻ ഹല്ലേലൂയ. അല്ലാതെ പിന്നെ ഒരടി നടക്കാൻ പോലും വിഷമിക്കുന്ന ഒരു ഘട്ടമായാണ്. അതുകൊണ്ട് 5 വർഷം വരെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഇത് 8ാമത്തെ വർഷമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഈ 8ാമത്തെ വർഷവും ഞാൻ കർത്താവിന് വേണ്ടി ഓടുന്നു, അധ്വാനിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി ആമേൻ വലിയവ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞത്, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആമേൻ ഡോക്ടർമാർ പറഞ്ഞ വാക്ക് അവസാന വാക്കെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ഡോക്ടർമാരുടെ വാക്ക് അവസാന വാക്കല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ശാസ്ത്രം തോൽക്കുന്ന ഇടത്ത് ആമേൻ ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് ജയിപ്പിക്കാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആമേൻ ഈ നിമിഷം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ദിവസമാണെന്ന് പരിശുദ്ധമാവ് ഇങ്ങനെ പറയുന്നു. ആമേൻ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ധൈര്യമായി ഇരിക്കുക. ആമേൻ. എന്നെ നിർമ്മിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ സൗഖ്യമാക്കി നടത്തിയ ദൈവം, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ആമേൻ. ഏത് മാറാവ്യാധി ആയിക്കൊള്ളട്ടെ, ഏത് ആമേൻ 4th സ്റ്റേജ് ആണെന്ന് പറഞ്ഞോട്ടെ, ആമേൻ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് അതൊന്നും വിഷയമല്ല, നമ്മുടെ മനസ്സാണ് വിഷയം. ആമേൻ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഈ സമയത്ത് ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവം നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി ആമേൻ നിങ്ങളെ തൊടും, നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ആമേൻ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ഇവിടെ വരെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ആമേൻ. പിന്നെയും ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവം സഹായിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണ്. ആമേൻ അതും പറയാതെ പോകുന്നത് ആമേൻ ഹല്ലേലൂയ മോശമാണല്ലോ. ആമേൻ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറിയ പ്രായത്തിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ 2 പ്രാവശ്യം ആമേൻ ഹല്ലേലൂയ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണ്. ഒന്ന് ആമേൻ ഹല്ലേലൂയ എനിക്ക് ആമേൻ ഹല്ലേലൂയ ഈ അലർജി കൂടുതലുള്ളത് കൊണ്ട് എവിൽ ടാബ്ലറ്റ് ആയിരുന്നു ഡോക്ടർ തന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അറിയാം, നമ്മൾ രാത്രി ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചാൽ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവർ കാണും. ആമേൻ. അതുപോലെയുള്ള ബുദ്ധിമുട്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ. പക്ഷേ ആമേൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ പറഞ്ഞത് ആമേൻ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെടുന്നത് പോലെ നമുക്ക് തോന്നാം. ആമേൻ. പക്ഷേ ആമേൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാർ, ആമേൻ ഹല്ലേലൂയ, അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടം ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ആരൊക്കെ നിന്നെ സ്നേഹിച്ചാലും ആമേൻ നിന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ
ആമേൻ നിനക്ക് ചുറ്റും ആരുമില്ല എന്നുള്ള തോന്നൽ, അത് പന്ന പിശാച് കൊണ്ടുവരുന്ന ആമേൻ ചിന്തകളാണ്. ആമേൻ ഹാലലുയ. ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആമേൻ ഹാലലുയ. ആമേൻ അങ്ങനെ ആമേൻ ഞാൻ വിചാരിക്കും എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ല, ഞാൻ ഒറ്റയാ, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ മേൽ ഭരിച്ചിട്ട് ആമേൻ ഹാലലുയ ഒരു സ്ട്രിപ്പ് എവിൾ ടാബ്ലറ്റ് മുഴുവനും ഞാനൊരു ഉച്ച സമയത്ത്, എൻ്റെ മമ്മി വീട്ടിലില്ലാത്ത സമയത്ത് ആമേൻ ഞാൻ അത് കഴിക്കാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ഹാലലുയ. പക്ഷേ ആമേൻ ഹാലു എനിക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. ആമേൻ ഹാലലുയ. എനിക്ക് ആമേൻ ഹാലലുയ അത് കഴിച്ചോ ഇല്ലയോ, ആ 10 ടാബ്ലറ്റ് ഒരുമിച്ച് ഞാൻ കഴിച്ച്, ഈ 10 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിച്ചിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിച്ചില്ല. ആമേൻ ഹാലലുയ. എന്നാൽ പിന്നെയും മരിക്കണം എന്നുള്ള ചിന്ത എന്നെ ഇങ്ങനെ ഇട്ട് അലട്ടുവാണ്. എങ്ങനെയും ഈ ലോകത്തിൽ നിന്ന് പോകണം. ആമേൻ അങ്ങനെ ഒരു ചിന്ത ആമേൻ എന്നെ ഭരിച്ചു. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആമേൻ DDT എടുത്തു. ആമേൻ ഹാലലുയ. ഇന്നത്തെ DDTയുടെ പവർ അല്ല അന്നത്തെ DDTക്ക്. ആമേൻ ഹാലലുയ. അന്ന് ആമേൻ പിന്നെ ഒരു പാട്ടയ്ക്കകത്ത് അത് കിട്ടുന്നത്. ആമേൻ ഹാലലുയ. ആ DDT ഒരു ഗ്ലാസ് ചായക്കകത്ത് ഞാൻ കലക്കി ആമേൻ അത് കുടിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അന്നും എനിക്കൊന്നും സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ജീവനെ കർത്താവിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിട്ടതുകൊണ്ട്, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ആമേൻ ഹാലലുയ. കർത്താപ്പച്ചൻ എന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് ആമേൻ ആ ലാസ്റ്റിൽ ആ ചായക്കകത്ത് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ആ പൊടി ലാസ്റ്റിൽ ഇങ്ങനെ പിന്നെ പറ്റിയിരുന്നത് പോലും കലക്കി വീണ്ടും അത് ഞാൻ കുടിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അപ്പയ്ക്കോ ഒന്നും ഈ നിമിഷം വരെ ഈ കാര്യം അറിയത്തില്ല. ആമേൻ ഹാലലുയ. ആമേൻ ആമേൻ ആമേൻ. അങ്ങനെ ആമേൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ആ സമയത്തും ആമേൻ ഹാലലുയ ആമേൻ എൻ്റെ പ്രാണനെ കർത്താപ്പച്ചൻ കാത്തെങ്കിൽ ആമേൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആമേൻ ഹാലലുയ. എൻ്റെ കർത്താവിന് എന്നിൽ കൂടെ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ആമേൻ ജീവിതത്തിൽ ഇങ്ങനെ ആമേൻ ഏകാന്തത അനുഭവിച്ചിട്ട് ഒറ്റപ്പെട്ട അവസ്ഥ വന്നിട്ട് ആമേൻ എൻ്റെ ചുറ്റും ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എൻ്റെ സങ്കടം പറയാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആമേൻ ഹാലലുയ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആമേൻ ഹാലലുയ. ആമേൻ ഹാലലുയ. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നിനും ഒരു പരിഹാരമല്ല. ആമേൻ നിങ്ങളെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തേടി വരാൻ കഴിവുള്ള ഒരു ദൈവം ആമേൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ ഹാലലുയ. ആമേൻ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ സമയത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നത്. ആമേൻ ഹാലലുയ. നിങ്ങളെ ആമേൻ നാശത്തിലേക്ക് കൊണ്ടുപോകത്തതേ ഉള്ളൂ. ആമേൻ ഹാലലുയ. നിങ്ങളുടെ പേര് ഇവിടുന്ന് പോയാൽ ആമേൻ നിങ്ങൾ പിന്നെ ആരും ഓർക്കത്തില്ല. ആമേൻ ഹാലു. എന്നാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് ആമേൻ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാണെങ്കിൽ, കർത്താവ് നിങ്ങളെ എടുക്കുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓർമ്മ ഇവിടെ നിലനിൽക്കും. ആമേൻ ഹാലലുയ. ജീവിതം തന്ന ദൈവത്തിന് മാത്രമേ അത് എടുക്കാനായിട്ട് ആമേൻ അധികാരമുള്ളൂ. അത് ഓർക്കുക. ആമേൻ ഹാലലുയ. ആമേൻ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെ ആർക്കും വേണ്ടായെങ്കിലും, നിങ്ങളെ കേൾക്കാൻ ആരുമില്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെ കേൾക്കാൻ താല്പര്യമുണ്ട്. ആമേൻ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ സേവിക്കുന്ന യേശുവിന് നിങ്ങളെ ആമേൻ ആവശ്യമുണ്ട്. ആമേൻ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ആമേൻ ഹാലലുയ അത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറ, അപ്പാ എനിക്ക് അങ്ങേ ആവശ്യമുണ്ടപ്പാ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ടപ്പാ, ഞാൻ ആമേൻ കർത്താവിന് വേണ്ടി നിൽക്കാം, എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി തരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ ആ ദൈവത്തിന് സകലതും കഴിയും. ആമേൻ ഈ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ ഹാലലുയ. ഈ ദൈവത്തിങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് മനുഷ്യർ പലരും പല വാക്കുകൾ പറഞ്ഞ് പൊയ് വാക്കുകളായി അവസാനിക്കുമ്പോൾ ആമേൻ ഹാലലുയ കർത്താപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. ആമേൻ ഹാലലുയ. മനുഷ്യരൊക്കെ നമ്മുടെ പകുതി വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആമേൻ ഹാലലുയ ആമേൻ മനുഷ്യരെല്ലാം ആമേൻ അവരവരുടെ അവസ്ഥയ്ക്ക് തക്കവണ്ണം അവർ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ആമേൻ ഹാലലുയ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് അരുമനാഥനായ യേശു മെശിഹ മാത്രമാണ്. ആ യേശുവിങ്കിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ആ യേശുവിന് മാത്രമേ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റത്തുള്ളൂ. ആ യേശുവിന് മാത്രമേ നിന്റെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ യേശുവിനെ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ യേശുവിനെ സ്വീകരിക്കാത്ത
വാർത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ ആമേൻ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം ആമേൻ വിറയ്ക്കുന്ന നാമമാണ്. ആമേൻ ഹല്ലേലൂയ. ആ നാമം ആമേൻ ഹല്ലേലൂയ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ആമേൻ ഹല്ലേലൂയ. ആ ശബ്ദം ആമേൻ നിങ്ങളെ മാറ്റിമറിക്കാൻ തയ്യാറാകും. ആമേൻ ആ ദൈവത്തിന് നിങ്ങളെ വേണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ സമയത്ത് നിങ്ങൾ യേശുവിനോട് പറ, അപ്പ ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും എൻ്റെ സ്വന്തം കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നത് പറയാൻ ഈ സമയത്ത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ. മറ്റൊന്നും വേണ്ട. ഒരു നേർച്ചകൾക്കോ ഒരു കാഴ്ചകൾക്കോ ഞാൻ പറയാം, ഞാൻ യാക്കോബ പശ്ചാത്തലത്തിലായിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ പരിമലപ്പള്ളി പെരുന്നാളുണ്ട്, നടന്നു പോയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നടന്നുകൊണ്ട് ഞങ്ങളുടെ പിന്നെ കാർത്തികപ്പള്ളിയിൽ നിന്ന് പരിമല വരെ നടന്ന് പദയാത്ര പോയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതുപോലെ മലയാറ്റൂർ പള്ളിയുടെ മല ആമേൻ ഹല്ലേലൂയ ആ മല നടന്നു കയറിയിട്ടുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത രക്ഷയാണ്, അവിടെ ഒന്നും കിട്ടാത്ത സന്തോഷമാണ് ആമേൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ആമേൻ അതുകൊണ്ടാണ് പറയുന്നത്, മലകൾ കയറിയാൽ കിട്ടത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ പദയാത്ര നടത്തിയാൽ കിട്ടത്തില്ല, നേർച്ചകൾ നടത്തിയാൽ കിട്ടത്തില്ല. ആമേൻ ആ രക്ഷ ആമേൻ ഇത്ര ആമേൻ ഒരു വലിയ രക്ഷ നമുക്ക് നൽകുന്നത് നിന്റെ വാ കൊണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. യേശുവേ എനിക്ക് അങ്ങേ വേണം, യേശുവേ ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഹൃദയത്തിനകത്തേക്ക് കർത്താവ് വരും. ആമേൻ ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അത് അവസാനത്തോളം ഉള്ളതായിരിക്കും. ആർക്കും അത് എടുത്തു കളയാൻ കഴിയത്തില്ല. ആമേൻ. ആ രക്ഷകനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. സമയം അനുവദിച്ച ആമേൻ ഹല്ലേലൂയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ 2025 ആമേൻ ഹല്ലേലൂയ ദൈവം പുതിയ നന്മകളാൽ, പുതിയ അഭിഷേകത്താൽ, പുത്തൻ നിറവുകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു പ്രിയ സുജ സിസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവം നടത്തിയതായ ആ വഴികളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാമുദായിക കുടുംബത്തിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് നല്ല ജീവിത നിലവാരത്തിൽ വളർന്നു വന്നതായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ആ പാത വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വേറൊരു ലെവലിൽ, വേറൊരു നിലവാരത്തിൽ ജീവിച്ച് ലോകപ്രകാരം ഉള്ള എല്ലാ മെച്ചപ്പെട്ട നിലവാരവും ഒരുപക്ഷെങ്കിൽ ലഭ്യമാകാമായിരുന്നു. എന്നാൽ അതൊക്കെയും അവഗണിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യത്തിന് വേണ്ടി വില കൊടുത്തുകൊണ്ട് നിലകൊള്ളുവാൻ തയ്യാറായപ്പോൾ അതിൻ്റെ പിന്നിൽ പല വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും നിന്ദകളും ദുഃഖങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എങ്കിലും അതൊന്നും ദോഷത്തിനായിട്ടല്ല, ജീവിതത്തിൽ നന്മയ്ക്കായി ഇന്ന് തീർന്നു എന്നുള്ളതായ ആ സത്യസാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസ് ഈ സമയം ഒരു നിമിഷം പ്രാർത്ഥിക്കും. ആമേൻ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട് നാം ആയിരിക്കുന്നിടത്ത് നമ്മെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ദൈവഹിതം എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ കർത്താവേ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ സുജ സജി ആമേൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആമേൻ ഹല്ലേലൂയ. നല്ല സമയത്തിനായി നന്ദിയോട് വാഴ്ത്തുന്നു കർത്താവേ. ഈ സമയം കർത്താവ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആമേൻ ഇത് കാണുന്ന വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ ആമേൻ ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവ് ലക്ഷ്യമില്ലാതിരിക്കുന്ന ആമേൻ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ സമാധാനമില്ലാത്ത ജീവിതങ്ങളിൽ സമാധാനം പകരുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധാത്മാവിടെയാക്കിയാട്ട് ആമേൻ ഹാൽ ഒറ്റപ്പെട്ടെന്നോ ആമേൻ ഹാൽ ഇനി മരിച്ചാൽ മതിയെന്നോ ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, രോഗികളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ വിടുവിച്ച
അനുഗ്രഹിച്ചവനായ ദൈവത്തെ ആമേൻ ഹാലലൂയ കണ്ടുമുട്ടുവാൻ, ആമേൻ ഹാലലൂയ ആ സൗഖ്യം അവരുടെ ജീവിതത്തിലും അനുഭവിപ്പാൻ പരിശുദ്ധമാവ് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഓ ഹാലലൂയ, ഇന്നത്തെ ദിവസത്തെ ആമേൻ ഹാലലൂയ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന സകലർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. അപ്പാ ഹാലലൂയ കർത്താവേ, പ്രിയ കർത്തദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററിനെ മകളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്ര മഹത്തരമായ ശുശ്രൂഷയ്ക്ക് ഇതിന്റെ മകൻ നേതൃത്വം കൊടുക്കുമ്പോൾ ആ കുടുംബത്തെയും കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹാലലൂയ ഹാലലൂയ, ദൈവിക ആമേൻ ഹാലലൂയ ദൈവികമായ മഹത്വം അമ്മ ചില കുടുംബങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. ചിലർ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. സകലമാനവും മഹത്വം അങ്ങേക്ക്, സകലത ഞങ്ങൾക്കായി ജീവച്ച യേശുമിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു പ്രിയ സുജ സജി സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ aroma.tv.com.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഞങ്ങളെ മെസ്സേജ് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.